ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് പുറത്തു പോകാൻ പോവാണ്. ആളെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ഞങ്ങളിപ്പോൾ ആദ്യം പോകാൻ പോണത് ബഫലോ സീയിങ്ങിനാണ്. ഇവിടെ അടിപൊളിയാണ്, ഇവിടുത്തെ ബഫലോസിനെ കാണാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ എല്ലായിടത്തും കാണുന്ന സാധനമാണ് ഈ ബഫലോ. അതിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ബഫലോ സീയിങ് എന്നൊക്കെ പറഞ്ഞ് പോകണോ, എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട്. ഐറ്റത്തിനെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. നമ്മുടെ നാട്ടിലെ ബഫലോ പോലെയല്ല, ഇതിൻ്റെ മേലെ നിറയെ രോമവും ഭയങ്കര ജൈജാൻറ്റിക്കാன സാധനം, നല്ല വലുതാ. ഒരാൾ പെറ്റ്സായിട്ട് വളർത്തുന്നതാണ് കേട്ടോ ഈ ബഫലോസിനെല്ലാം, അല്ലാതെ ഇതിന് വേറെ പേർപ്പസ് ഒന്നുമില്ല. ഇത് ഫാമിങ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇതിനോടുള്ള സ്നേഹം കൊണ്ട് പെറ്റ്സായിട്ട് വളർത്തുന്നതാണ് ഈ ബഫലോസിനെല്ലാം. ഇവിടെ സ്നേക്സ് വരെ പെറ്റ്സായിട്ടുള്ളവരുണ്ട്, അതുകൊണ്ട് അത്ഭുതമില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് വന്നിരിക്കുകയാണ്. ആൾ പറഞ്ഞു നമുക്കിന്ന് പുറത്ത് പോകാം. ഞാനിനി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ ക്രൂലായിരുന്നു ഇത്ര ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ക്രൂ ഷിഫ്റ്റ് ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മുന്നല്ല ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങോട്ടാണോ എന്തോ പോകുന്നത്. യെസ്, മൈ ഫ്രണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി, അത് ഓൺ ദ വേ ആണ്. എനിക്കറിയാം ഇവിടുത്തെ വഴികളെ പറ്റി എനിക്ക് വല്ലാത്ത ധാരണയില്ല. എന്തായാലും ആ ഒരു ചെറിയ വാട്ടർഫോൾസ് ആയിരുന്നു, അത് കാണാൻ വേണ്ടി പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മാഡലിൻ എന്നാണ്. ആൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് എന്നെയും കൊണ്ട് ഈ പോയത്, ഉറങ്ങുക പോലും ചെയ്യാതെ. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടതിൽ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവളെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ആൾ അത്ര വൈബ്രൻ്റ് ആണ്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ബിരിയാണി തിന്നാനൊരാഗ്രഹം. ഇവിടെ അടുത്തൊന്നും ബിരിയാണി കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് വിഷു ഷോപ്പിങ്ങിന് പോയ സമയത്ത് ജീരകശാല അരി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ചിക്കനും ഉണ്ടായി. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ പാർക്കിൽ പോയി കുറേ നേരം ഊഞ്ഞാലാടി. കുറേ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് എന്നെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഏതാണ് ഈ സാധനം എന്ന് വെച്ചിട്ട്. എന്തായാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. ഞാൻ അവളുടെ കൂടെ പുറത്ത് പോയി വന്നു, ഒരു ബിരിയാണി ഉണ്ടാക്കി. കാസർഗോഡാ തോന്നുന്നു, ഈ ഷാമിലാത്താൻ്റെ റെസിപ്പിയിൽ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചു. അടുത്തുള്ള പാർക്കിൽ വന്നിരുന്നിട്ട് അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നാളെ രാവിലെ എനിക്ക് 6 മണിക്കാണ് ഷിഫ്റ്റ്. അപ്പം ഇനി അതിന് പോകണം. നല്ല ശബ്ദം. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയി. ഇനി വീട്ടിൽ പോകണം, ഒന്നുകൂടെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, നാളെ ഷിഫ്റ്റിന് പോകണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് വ്ളോഗ്സിൽ കാണുന്നവരെ ബൈ.